ചിങ്ങമാസം അന്നേ ദിവസമാണ് കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ആനയോട്ട് നടത്തുന്നതിന് വേണ്ടി ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ മുരളി ഹരിതം അധ്യക്ഷൻ, സ്വാഗത പ്രാസംഗികൻ, മറ്റ് ക്ഷേത്രം ജീവനക്കാരെ, മറ്റ് ഭക്തജനങ്ങളെ, ദേവസ്വം ജീവനക്കാരെ, നമ്മുടെ രാജ്യം ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള എല്ലാ വിധത്തിലുമുള്ള ഓരോ രാഷ്ട്രവും കെട്ടിപ്പടുക്കുന്നത്. അപ്പൊ ആ കാർഷിക മേഖലയിലെ ആളുകളെ ആദരിക്കുകയും ഏത് രാഷ്ട്രത്തിന്റെയും പ്രധാന വിഭവം എന്ന് പറയുന്നത് കർഷകർ അല്ലെങ്കിൽ കൃഷിക്കാർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അരിയും അതുപോലെ തന്നെ ഗോതമ്പും മറ്റ് പച്ചക്കറികളായാലും മറ്റ് എല്ലാം കർഷകർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വികസനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം അത് തന്നെയാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയും. അത് ഓരോ പൗരന്റെയും ഓരോ കുടുംബത്തിന്റെയും ബഡ്ജറ്റിനെ ബാധിക്കുന്നതാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഇന്ന് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം പോലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട്. അവരുടെ വളരെ സന്തോഷം അറിയിക്കുകയാണ്. നമുക്ക് പ്രതികൂലമായ കാലാവസ്ഥകളുമാണ് ഇന്ന് നമ്മുടെ ഈ ചടങ്ങ് ഭംഗിയാക്കുന്നതിനും പൂർണ്ണമായി